ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. 3 ഇൻഗ്രീഡിയൻസ് വെച്ചാട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. 4 മണി പലഹാരം എന്ന് വേണമെങ്കിലും പറയാം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഡോണറ്റിൻ്റെ ഷേപ്പിലായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴാട്ട എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു പഴം വെച്ചിട്ടാണ് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. പഴം എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കണം. ഞാൻ എടുത്ത പഴത്തിന് കുറച്ച് പഴുപ്പ് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത തന്നെ നോക്കിയെടുക്കുക. അപ്പം ഞാൻ എന്താ പഴം ഇവിടെ ചൂടോടെ തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ജീരകം, ചെറിയ ജീരകമാട്ടോ എടുത്തത്. ജീരകം പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നന്നാവുക. പിന്നെ ഏലക്കായൻ്റെ പൊടി കയ്യിലുള്ള പോലെ അതും എടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദ കൂടുതലായി പോവരുത്, ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കുക. അപ്പം ഒരു പഴത്തിനൊരു 1/2 കപ്പ്, ഞാൻ എടുത്ത കപ്പിന് നോക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് മൈദ, അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞാൻ കൈ വെച്ചെങ്ങാൻ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. നല്ല പച്ചത്തേങ്ങൻ്റെ കാമ്പ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നന്നാവുക. അപ്പം ഞാനിത് അവിടെ ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് കൈ വെച്ച് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് തോനെ നേരം മിക്സ് ആക്കുമ്പം ചെറുതായിട്ടൊരു വെള്ളം ഇറങ്ങും പോലൊക്കെ തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി മൈദ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിത് ചെറിയ ഓരോ ബോൾസായി എടുത്തുങ്ങാൻ കയ്യിൽ വെച്ചെങ്ങാൻ ഇതൊരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. ഓരോരുത്തർക്ക് എങ്ങനത്തെ ഷേപ്പാണോ ഇഷ്ടം വെച്ചാൽ അങ്ങനെ ആക്കിയെടുത്താൽ മതി. ഇത് കയ്യിലേക്ക് വെക്കുമ്പോൾ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. അപ്പം ഞാനിതാ ഓരോന്നും ഇവിടെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് എങ്ങനത്തെ ഷേപ്പിലാണോ ഇഷ്ടം വെച്ചാൽ അങ്ങനെ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഈ ഒരു ഷേപ്പിലായിരിക്കും കൂടുതൽ ഇഷ്ടമാവുക. ഞാനിതവിടെ ഓരോന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാട്ടോ ഞാൻ ആക്കിയത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ ഇതാക്കിയെടുക്കുക. കുട്ടികൾക്ക് കൊടുക്കാനായത് കൊണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയത്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടിയത്. അതിനായിട്ട് ഞാൻ അടുപ്പത്തേക്കൊരു പാത്രം വെച്ച് അത് ജസ്റ്റ് ഒന്ന് ചൂടായപ്പം അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തത്. ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പം തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും. അപ്പം ഞാനിവിടെ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും. ഒരു സൈഡ് വെന്ത് വന്നപ്പം മറ്റേ സൈഡും കൂടി ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. കൂടുതൽ നേരം ഇത് ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലാ കൊടുക്കുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി വേവിക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വളരെ കുറച്ചായിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയത്. ബബ്ലുവിന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പം കൊടുക്കാനായിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പഴത്തിൻ്റെ അളവൊക്കെ കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് നോക്കുക. ഈ ഒരു സ്നാക്സ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ്. വിരുന്നുകാരൊക്കെ വീട്ടിൽ വരികയാണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യുക. കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാതെ ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.